വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസർ പാലക്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് 3 മാസത്തോളം ആയല്ലോ. ഏതെല്ലാം തരത്തിലുള്ള വികസന പദ്ധതികൾ ആണ് ഈ ഭരണസമിതി കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ നടപ്പിലാക്കാൻ പോകുന്നത്? പുതിയ ഭരണസമിതിയുടെ കാഴ്ചപ്പാട് എന്ന നിലയിൽ ഒത്തിരി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ 943 പഞ്ചായത്തുകളിലും ഏറ്റവും പുറകിലുള്ള 10-25 പഞ്ചായത്തുകളിലൊന്നാണ് വെങ്ങപ്പള്ളി. അതുകൊണ്ട് തന്നെ ഫണ്ടിൻ്റെ പോരായ്മ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് പഞ്ചായത്തിന് മുമ്പിലുണ്ട്. എന്നാൽ പോലും ജനകീയമായിട്ടാണ് പദ്ധതി ഏറ്റെടുക്കേണ്ടതെങ്കിൽ അത്തരത്തിൽ ജനകീയമായി പദ്ധതി ഏറ്റെടുക്കുമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടാണ് നിലവിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ തുടക്കം എന്നുള്ള നിലക്ക് 1-ാം തീയതി മുതൽ, ഏപ്രിൽ 1-ാം തീയതി മുതൽ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യത്തിന് പ്രശ്നമുണ്ട്. ഇവിടെ ചായ, സ്നാക്സ് പോലെയുള്ള ഇതൊക്കെ കിട്ടാനുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ വരുന്ന എല്ലാ ആളുകൾക്കും ചായയും സ്നാക്സും കൊടുക്കുന്ന പദ്ധതിക്ക് ഏപ്രിൽ 1 മുതൽ തുടക്കം കുറിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് സ്ത്രീകളുടെ, കുട്ടികളുടെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ഈ ഭരണസമിതിയുടെ ഭാഗത്തുണ്ടാവും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു നൂതന പദ്ധതി എന്ന് പറയുന്നത്, എല്ലാ പഞ്ചായത്തുകളും കുറേ പദ്ധതികൾ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങളുടേതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടേതെന്ന് പറയാനുള്ളത്, നിലവിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിൽ ഏറ്റവും നല്ല കൃഷി പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട 3 പഞ്ചായത്തുകളിൽ ഒന്നാണ് വെങ്ങപ്പള്ളി. ഞങ്ങളുടെ കൂടെ അമ്പലവയലും തിരുനെല്ലിയും ഉണ്ട്. അപ്പോൾ ഈ കൃഷി കുറച്ചുകൂടെ വ്യാപകമായി നടപ്പാക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഈ സാധാരണഗതിയിലുള്ള ചാണകത്തിൻ്റെ ലഭ്യത കുറവ് ഒരു വലിയ പ്രശ്നമായിട്ട് ആളുകൾ പറയുകയുണ്ടായി. ഈ ഭരണസമിതിയുടെ കാലത്ത് വെങ്ങപ്പള്ളിയുടെ പേര് വെച്ചിട്ടുള്ള ചാണകം പൊടിച്ച് 1 കിലോയുടെയും 2 കിലോയുടെയും 5 കിലോയുടെയും 50 കിലോയുടെയും ബാഗുകളാക്കി വിതരണം ചെയ്യുന്ന മറ്റൊരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ അത്തരത്തിലൊരു വെങ്ങപ്പള്ളി ബ്രാൻഡ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാക്കുന്ന രൂപത്തിലാണ് ഇടപെടലുകൾ ഉണ്ടാവുക. ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ, ഇന്നത് എന്നില്ല, ഒട്ടേറെ പദ്ധതികൾ ഇങ്ങനെ ഭരണസമിതി ആലോചിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. തുടക്കമെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറെ ആക്ഷേപം കേട്ട ഒന്നാണ് പണങ്ങോട് മിനി സ്റ്റേഡിയം നവീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുണ്ടായിരുന്ന ഭരണസമിതി അക്കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ആ ആക്ഷേപം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇത്തവണ 1 ലക്ഷം രൂപ ആ ഗ്രൗണ്ട്, അത് പണങ്ങോടിൻ്റെ കളിമുറ്റം എന്നാണ് മിനി സ്റ്റേഡിയം അറിയപ്പെടുന്നത്, അത് നവീകരിക്കാൻ, എങ്ങനെ നവീകരിക്കണം എന്നതിനെക്കുറിച്ച് ഫീസിബിൾ സ്റ്റഡി നടത്താൻ വേണ്ടി 1 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഫീസിബിൾ സ്റ്റഡിക്ക് ഏജൻസിയെ നിയോഗിക്കും. അവരുടെ പഠന റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള വയനാട് ജില്ലയിൽ ഒരു 7th ഗ്രൗണ്ടാക്കി അത് മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് ഫീസിബിൾ സ്റ്റഡിക്ക് വേണ്ടി തുക അനുവദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മേഖലയും, ഇപ്പോൾ ഞാൻ സ്പോർട്സ് പറഞ്ഞു, കൃഷി പറഞ്ഞു, അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് അംഗൻവാടിയിലെ നിലവിലുള്ള എല്ലാ അംഗൻവാടിക്കും വൈഫൈ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ഏറ്റവും നല്ല ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചുറ്റുമതിലില്ലാത്ത, സുരക്ഷ കുറവുള്ള എല്ലാ അംഗൻവാടികൾക്കും ആവശ്യമായ എല്ലാ സൗകര്യവും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ വായനശാലകൾ, ഏറ്റവും നല്ല ഇടപെടൽ നടത്തുന്ന വായനശാലകളുള്ള പ്രദേശമാണ് വെങ്ങപ്പള്ളി പഞ്ചായത്ത്. ആ വെങ്ങപ്പള്ളി പഞ്ചായത്തിനകത്തെ വായനശാലകൾക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവാണ്. ഇവിടെ പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രൈവറ്റ് പാലിയേറ്റീവിന് പോലും പണം നൽകുകയും ഈ മേഖലയിൽ രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയും അവരുടെ എല്ലാവിധ സപ്പോർട്ടും നൽകുകയും ചെയ്യുന്ന ഒരു ഭരണസമിതി എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തനത് വരുമാനം പഞ്ചായത്തിൽ കുറവാണല്ലോ. അത് വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ? തീർച്ചയായും തനത് വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് ആദ്യം പഞ്ചായത്തിന് അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പണം ചെലവഴിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ഈ ഭരണസമിതി പരിശോധിച്ചത്. അത്തരത്തിൽ അന്യായമായി ഉപയോഗിക്കുന്ന കുടിവെള്ള ടാപ്പുകൾ കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അനാവശ്യമായ കണക്ഷനുകൾ, ഇപ്പോഴും പ്രവർത്തിക്കാത്ത ബിൽഡിങ്ങുകളിലെ കണക്ഷൻ, അങ്ങനെ തുടങ്ങി ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് അന്യായമായി എവിടെയെങ്കിലും പണം പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അതില്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിൽ ഗവൺമെൻറ് തന്ന പണം മുഴുവനായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഉത്തരവാദിത്വം. ആ നിലയിൽ ജില്ലയിൽ ഇത്തവണ ഈ സാമ്പത്തിക വർഷത്തിൽ ജനുവരി മാസത്തിൽ വെങ്ങപ്പള്ളി പഞ്ചായത്ത് ഉണ്ടായിരുന്നത് 24ാം സ്ഥാനത്തായിരുന്നു വയനാട് ജില്ലയിൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മാർച്ച് 26ാം തീയതി വയനാട് ജില്ലയിലെ 9ാം സ്ഥാനത്താണ് പദ്ധതി ചെലവഴിക്കുന്ന കാര്യത്തിൽ വെങ്ങപ്പള്ളി പഞ്ചായത്തുള്ളത്. ഒരു 5ാം സ്ഥാനത്തേക്കെങ്കിലും എത്തുമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഗവൺമെൻറ് തന്ന 1 രൂപ പോലും ചെലവഴിക്കാൻ കഴിയാത്തൊരു പഞ്ചായത്തായി വെങ്ങോലി പഞ്ചായത്ത് മാറില്ല എന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ്. അത് അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് കാര്യമില്ല, അത് മറികടന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. ഗ്രാമപഞ്ചായത്തുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാം. ഏതായാലും ആ എഫേർട്ട് മുഴുവൻ എടുത്തുകൊണ്ട് ഇത്തവണ 9ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നികുതി വർധനവുമായി ബന്ധപ്പെട്ട് നിലവിൽ 14 വാർഡുകളായി മാറി. നേരത്തെ 13 വാർഡുകളായി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീടുകൾക്കൊക്കെ നമ്പർ നൽകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് ആ വീടുകൾ പരിശോധിക്കുമ്പോൾ നേരത്തെ പഞ്ചായത്തിന് അനുമതി എടുത്തതിനേക്കാൾ കൂടുതൽ ആ വീടുകളുടെയൊക്കെ വിസ്തൃതി വർദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അത്തരത്തിലും വരുമാനം വർദ്ധിപ്പിക്കാൻ അത് ആ വിസ്തൃതി വർദ്ധിപ്പിച്ചതിന് നികുതി അടയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പഞ്ചായത്തിന് വരുമാനം വർദ്ധിക്കും. പിന്നെ പുതിയ ബിൽഡിങ്ങുകൾ, റിസോർട്ടുകൾ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ പഞ്ചായത്തിനകത്ത് ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ വരുന്നതോടുകൂടി തന്നെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ഗണ്യമായ രൂപത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്.